കായംകുളം നഗരത്തെ വെട്ടിമുറിക്കുന്ന അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെയും തൂണിന്മേലുള്ള ഉയരപാത വേണമെന്നാവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കരാർ കമ്പനിയുടെ യാർഡിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ദേശീയപാത ഉപരോധവും നടത്തി. യാർഡിലേക്ക് മാർച്ച് എത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ദേശീയപാത ഉപരോധത്തെ തുടർന്ന് 20 മിനിറ്റോളം ഗതാഗതം സ്തംഭിച്ചു. ഇതിനുശേഷം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരത്തെ വെട്ടിമുറിച്ച് നിർമ്മിക്കുന്ന അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കുക, കായംകുളത്ത് തൂണിന്മേൽ ഉള്ള ഉയരപാത നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കരാർ കമ്പനിയുടെ യാർഡിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ദേശീയപാത ഉപരോധവും സംഘടിപ്പിച്ചു. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കായംകുളം കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSRTC ജംഗ്ഷൻ വഴി ONG ജംഗ്ഷന് കിഴക്കുവശമുള്ള യാർഡിലേക്ക് എത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മാർച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ യാർഡിന്റെ ഓഫീസിനടുത്തേക്ക് എത്തി. ഇവിടെ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. കായംകുളം ജനതയെ ആലപ്പുഴയുടെ മുൻ MPയും സ്ഥല MLAയും CPMഉം വഞ്ചിക്കുകയാണെന്ന് അരിത ബാബു പറഞ്ഞു. പുരാതനമായ വാണിജ്യ നഗരം എന്നറിയപ്പെടുന്ന കായംകുളത്തെ വെട്ടിമുറിക്കാതിരിക്കുന്നതിന് വേണ്ടി കായംകുളത്ത് തൂണിൽ തീർത്ത മേൽപ്പാത വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഒരു സമരം നടത്തി വരുമ്പോൾ അതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് നിലവിലെ ആലപ്പുഴയുടെ MP. അദ്ദേഹം വീണ്ടും ആലപ്പുഴയുടെ MP ആയതിനു ശേഷം അദ്ദേഹം സഭയിലെ സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. കായംകുളത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ പഠിക്കണം. അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്ന അവസരത്തില് പറയാതെ പോകാൻ നിർവാഹമില്ല. കായംകുളത്തിന്റെ MLAയും വിശ്വസമുദ്ര എന്ന് പറയുന്ന ഈ പണിയെടുത്തിരിക്കുന്നവരും കൂടി ചേർന്ന് ഈ പരിപാടി ഇല്ലെങ്കിൽ തൂണിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ ഇവിടെ സാധ്യമാക്കുകയില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ പണിഞ്ഞു വെക്കും. അതിൽ കൂടി യാത്ര ചെയ്താൽ മതി കായംകുളത്തുകാരെന്നുള്ള ഒരു തരത്തിലേക്കാണ് പോകുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി. ഇത് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇതിന്റെ ജയം കണ്ടെത്തുന്നത് വരെ ഇനി ഈ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാകും. ഇതിന് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഷഹിദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയുള്ള തൂണിൽ തീർത്ത മേൽപ്പാതയാണ്. ഇതിന്റെ സാങ്കേതികമായ ഒരു തടസ്സങ്ങളുമില്ല. ഇപ്പോൾ ഈ വിശ്വസമുദ്ര എന്ന് പറയുന്ന ഈ കോൺട്രാക്ടിംഗ് കമ്പനി അവരിവിടെ ഈ പണി ഇത്രയും സ്പീഡിലാക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി ഇവിടെ പഠനം നടത്താൻ വേണ്ടി വരുമ്പോൾ ഇവിടെ 50% വർക്ക് പൂർത്തിയായിട്ടുണ്ട് എന്ന് പഠന സമിതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ത്വരിതഗതിയിലുള്ള ഈ പണി നടത്തി ഈ നാടിനെയും അവിടെ നിന്ന് വരാൻ പോകുന്ന ആളുകളെ ഉൾപ്പെടെയുള്ളവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി യാർഡ് ഓഫീസിലേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചത് കായംകുളം DYSP, ഹരിപ്പാട് കായംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ, കായംകുളം SI എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം തടഞ്ഞു. ഇതിന് പിന്നാലെ പ്രവർത്തകർ ദേശീയപാതയിലേക്ക് എത്തുകയും അവിടെ ഉപരോധ സമരം നടത്തുകയും ചെയ്തു. ഉപരോധത്തെ തുടർന്ന് 20 മിനിറ്റോളം ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചു. ഇതിനുശേഷം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ ഉപരോധ സമരത്തിന് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി കറ്റാനം ഷാജി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ പത്തിയൂർ, അജിമോൻ കണ്ടല്ലൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, ഷമീം ചീരാമത്ത്, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാജിദ് ഷാജഹാൻ, ആസിഫ് സെലക്ഷൻ, ദീപക് എരുവ, കൃഷ്ണ അനു, ഷാനവാസ്, DCC സെക്രട്ടറിമാരായ AP ഷാജഹാൻ, ശ്രീജിത്ത് പത്തിയൂർ, യൂത്ത് ബ്ലോക്ക് ഭാരവാഹികളായ രാകേഷ് പുത്തൻവീടൻ, സുജിത്ത് കണ്ണൻ, ആശിഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ് മുണ്ടകത്തിൽ, ആദർശ് മണ്ഡത്തിൽ, രാഹുൽ കവിരാജ്, അഖിൽ തുടങ്ങിയവർ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.